2026 ഫൈനാൻഷ്യൽ പ്ലാനിങ് എന്തായിരിക്കണം? നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഏതൊക്കെ അസറ്റ് ക്ലാസ്സുകളിൽ ഇൻവെസ്റ്റ് ചെയ്യണം? ഇതിൽ ബാങ്ക് എഫ് ഡി, പോസ്റ്റൽ ഡെപ്പോസിറ്റ്സ് ഒഴിവാക്കിയിട്ടുണ്ട്. ലോ റിസ്ക് ആണെങ്കിലും ക്യാപിറ്റൽ പ്രൊട്ടക്ഷന് വേണ്ടി മാത്രമാണ്. അതിൽ എനോർമസ് ആയിട്ടുള്ള ഒരു ഗ്രോത്ത് വരുന്നില്ല. നമ്പർ 1, ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട്സ്. ഇതിൽ ഇൻവെസ്റ്റേഴ്സിന്റെ നിക്ഷേപം ഓരോ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്ത് ഒരു ഫണ്ട് മാനേജറിന്റെ മേൽനോട്ട പ്രകാരം ഷെയർ മാർക്കറ്റിൽ അനവധി സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നു. കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ ഇൻഫ്ലോ വന്നത് ഫ്ലെക്സി ക്യാപ്പ് എന്ന ഫണ്ടുകളിലോട്ടാണ്. സപ്പോസ് ഇന്ന് 85,000 പൗണ്ടിൽ ഒരു ഇൻവെസ്റ്റർ 1 ലക്ഷം രൂപ നിക്ഷേപം നടത്തിയാൽ സെൻസെക്സ് 1 ലക്ഷം എത്തിക്കഴിഞ്ഞാൽ 1 lakh ഡിവൈഡ് ബൈ 85,000 1.17 മൾട്ടിപ്ലൈഡ് ബൈ ദ ക്യാപിറ്റൽ എമൗണ്ട് 1 lakh, ഏകദേശം 17.6% റിട്ടേൺസോളം ഈ ഒരു വർഷം കിട്ടാൻ സാധ്യതയുണ്ട്. സെക്കൻഡ് കാറ്റഗറിയിൽ ഹൈബ്രിഡ് ഫണ്ട്സ് ആണ് വരുന്നത്. മോസ്റ്റ്ലി കൺസർവേറ്റീവ് അപ്രോച്ച് ആണ് ഹൈബ്രിഡ് ഫണ്ട്സ്. ഏകദേശം 9-12% റിട്ടേൺസ് ലഭിക്കും. ഒരു മോഡറേറ്റ് ടു ഹൈ റിസ്ക് എടുക്കാൻ പറ്റുന്ന ഇൻഡിവിജ്വൽസ് ഈ ഒരു കാറ്റഗറി ചൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഹൈബ്രിഡ് ഫണ്ട്സിന്റെ മെയിൻ എക്സാമ്പിൾസ് ആയി വരുന്ന ബാലൻസ് അഡ്വാൻറ്റേജ് ഫണ്ട്, അഗ്രസീവ് ഫണ്ട്, മൾട്ടി അസറ്റ് അലോക്കേഷൻ ഫണ്ട്സ്. ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഗോൾഡ് ആൻഡ് സിൽവർ. ഒബ്വിയസ്ലി 2025 ഗോൾഡ് ആൻഡ് സിൽവറിന് വളരെ നല്ലൊരു ഇയർ ആയിരുന്നു. ഗോൾഡ് 72% റിട്ടേൺസും സിൽവർ 125% റിട്ടേൺസും കഴിഞ്ഞ ഒരു വർഷം തന്നായിരുന്നു. കമ്മോഡിറ്റീസ് ഹൈലി വൊളറ്റൈൽ ആണ്. ഇക്വിറ്റി മാർക്കറ്റും കറൻസി മാർക്കറ്റും ഡൗൺ പെർഫോം ചെയ്യുമ്പോഴാണ് ഏറ്റവും സേഫർ ആയിട്ടുള്ള അസറ്റ്സ് ആയിട്ട് ഗോൾഡിലോട്ട് മാറി തുടങ്ങുന്നത്. വേൾഡിലെ 70% സിൽവറിന്റെ സപ്ലൈ ചൈനയുടെ ഭാഗത്തു നിന്നാണ്. ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസ് പ്രകാരം ചൈനീസ് ഗവൺമെന്റ് സിൽവർ എക്സ്പോർട്സിന് റെസ്ട്രിക്ഷൻസ് കൊണ്ടുവന്നിരിക്കുന്നു. സൗത്ത് കൊറിയൻ ടെക് കമ്പനി ആയിട്ടുള്ള സാംസങ് ഫോൺ ബാറ്ററീസിലും കാർ EVസിലും റേഞ്ച് കൂട്ടാനായിട്ടുള്ള സോളിഡ് സ്റ്റേറ്റ് ബാറ്ററിയുടെ നിർമ്മാണത്തിലാണ്. സോ ഡിമാൻഡ് കൂടുതലാണ്, സപ്ലൈ കുറവാണ്. സോ പ്രൈസ് ഹൈ ആണ്. ഫൈനലി ഒരു 10% സ്റ്റോക്ക് മാർക്കറ്റ്സിലോട്ട് ഇൻവെസ്റ്റ്മെന്റ് നടത്തുക. ഒരു ലോങ് ടേം ഇൻവെസ്റ്റർ ആണെങ്കിൽ മേലിൽ പറഞ്ഞിരിക്കുന്ന സെക്ടേഴ്സിന്റെ സ്റ്റോക്സ് ഇനിയുള്ള 5 to 10 years ക്യാപിറ്റലിന്റെ 2 to 4 times റിട്ടേൺസ് കിട്ടാൻ സാധ്യതയുള്ള സെക്ടേഴ്സാണ്. ഓൾവേസ് പോർട്ട്ഫോളിയോ ഡൈവേഴ്സിഫൈ ചെയ്യുക. ഇന്റർനാഷണൽ ഇക്വിറ്റി ETFs ആയിട്ടുള്ള നാസ്ഡാക്ക് 100ലും ഹാൻസങ് ബീസിലായിട്ട് ഇൻവെസ്റ്റ്മെന്റ് നടത്തുക. നിഫ്റ്റി 50 ഇൻഡെക്സ് ഫോളോ ചെയ്യുന്ന ETFകളിലോട്ട് നിക്ഷേപം നടത്തുക. മ്യൂച്വൽ ഫണ്ട്സിലോ ഷെയർസിലോ ഇൻവെസ്റ്റ്മെന്റ് നടത്തുമ്പോൾ എപ്പോഴും ഒരു എക്സ്പേർട്ടിന്റെ അഡ്വൈസ് പ്രകാരം മാത്രമേ ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ പാടുള്ളൂ. ഫോർ മോർ ഡീറ്റെയിൽസ് പ്ലീസ് കോൺടാക്ട് ദിസ് നമ്പർ. താങ്ക് യു ഓൾ.